മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങളുടെ പബ്ലിക് എക്സാം ഒക്കെ എഴുതി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊക്കെ നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും കുറേ മക്കളുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാകും. നമ്മളുടെ ഇപ്പോൾ SSLC ആണെന്നുണ്ടെങ്കിൽ SSLC എക്സാമിൻ്റെ മെയിൻ പേജ് നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട് അല്ലേ. നമ്മൾ എക്സാം തുടങ്ങുന്നതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് സമയമൊക്കെ കിട്ടും. ആ സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യും. നമ്മളുടെ എക്സാമിനേഷൻ ഏതാണ്, നമ്മുടെ സബ്ജക്റ്റ് ഏതാണ്, ഡേറ്റ് ഏതാണ്, രജിസ്ട്രേഷൻ നമ്പർ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ്, നമ്മുടെ അവസാനം ഏറ്റവും എത്ര അഡീഷണൽ ഷീറ്റ്സ് എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലേ. അപ്പം ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഈ മിസ്റ്റേക്സ് നമ്മുടെ മാർക്സിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യാതെ ആയി പോവോ, ഇങ്ങനത്തെ കുറേ സംശയങ്ങൾ എൻ്റെ മക്കൾക്ക് ഉണ്ടാകും. അപ്പോൾ ആ സംശയങ്ങളൊക്കെ ആലോചിച്ച് നിങ്ങൾ തന്നെ ടെൻഷൻ അടിച്ച് ചിലപ്പോൾ നിങ്ങൾ പല ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ച് നടക്കുന്നുണ്ടാകും. ഇനി അതല്ല, ഇതിൻ്റെ ടെൻഷനിൽ ഇനി നെക്സ്റ്റ് എക്സാം എന്താവും എന്ന് ആലോചിച്ച് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് റിലാക്സ് ചെയ്യാനുള്ളൊരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഈ മിസ് പറയാൻ പോകുന്ന ഇത്രയും കാര്യങ്ങൾ അല്ലേ, നമ്മൾ മെയിനായിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ എക്സാമിൻ്റെ പേര്, ഇപ്പം SSLC എക്സാമിനേഷൻ 2024 അല്ലെ 2025 അത് നിങ്ങൾ കൊടുക്കുന്നു. ഇത് നിങ്ങളുടെ സബ്ജക്റ്റ്. ഓക്കെ, ഇത് നിങ്ങൾ തെറ്റിക്കാനുള്ളൊരു ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾ ഏതാണ് സബ്ജക്റ്റ് എന്ന് എഴുതുന്നുള്ള ഒരു അത്യാവശ്യം ചിന്തയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് വെച്ച് കരുതുന്നു. ഇനി ഡേറ്റ്, പിന്നെ രജിസ്ട്രേഷൻ നമ്പർ, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, then അഡീഷണൽ ഷീറ്റ് നമ്പർ. ഇതിൽ നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ലാത്ത ഒരു സാധനമാണ് നമ്മുടെ ഈ ഒരു രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത്. ഇനി അഥവാ അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഓക്കെ, ഇനി അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, SSLC എക്സാമിനേഷൻ ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതുന്നു. സബ്ജക്റ്റ് നമ്മൾ എഴുതുന്നു. ഈ സബ്ജക്റ്റിലും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മളുടെ എക്സാം ഷീറ്റ് അവസാനം വാങ്ങിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് തന്നെ ചെക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നിങ്ങളെ കൊണ്ട് മാറ്റി എഴുതിക്കാനും ചാൻസ് ഉണ്ട്. ഇനി ഡേറ്റ്, ഈ ഡേറ്റ് എഴുതുന്നതിലൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, തെറ്റിപ്പോകാൻ പാടില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ഉത്തരവാദിത്വത്തോടു കൂടി എഴുതേണ്ടതാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കാരണം നിങ്ങൾ എഴുതുന്ന പബ്ലിക് എക്സാമാണ്. ഇനി അഥവാ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്നാണ് മിസ് പറയുന്നത്. ഈ ഡേറ്റിൻ്റെ കാര്യം നമ്മൾ അഥവാ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ രീതിയിൽ അങ്ങോട്ട് ടെൻഷൻ അടിക്കേണ്ട. ഇത് നിങ്ങളുടെ മാർക്ക് പോകുന്ന രീതിയിലോ നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യാത്ത രീതിയിലേക്കോ മാറില്ല. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, തെറ്റിക്കാതെ നോക്കുക. ഇനി രജിസ്ട്രേഷൻ നമ്പർ, നമ്മൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഈ രജിസ്ട്രേഷൻ നമ്പർ തെറ്റരുത്. ഇനി നിങ്ങൾ തെറ്റിപ്പോയി, എഴുതിക്കൊണ്ടിരുന്നപ്പോൾ നമ്മളത് തെറ്റിപ്പോയി, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവിടെ തന്നെ വേഗം വെട്ടിയിട്ട് തിരുത്താൻ പാടുണ്ടോ? നമുക്ക് തെറ്റിപ്പോയി എന്ന് മനസ്സിലായാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നമ്പർ 1, നമ്മൾ അവിടുത്തെ നമ്മുടെ ടീച്ചർ ഉണ്ടാവുമല്ലോ, ഒരു ഇൻവിജിലേറ്റർ ഉണ്ടാവുമല്ലോ നമ്മുടെ ക്ലാസ് റൂമിൽ. നമ്മുടെ ടീച്ചറിനെ ഒന്ന് നിങ്ങൾ കൈ റേസ് ചെയ്യുക, നിങ്ങൾ ടീച്ചറിനെ ഒന്ന് ഇൻഫോം ചെയ്യുക. അങ്ങനെയാണ് ടീച്ചറോട് പറയാൻ ഇത് തെറ്റിപ്പോയി എന്നുള്ളത്. അപ്പോൾ ടീച്ചർ അവിടെ എന്ത് ചെയ്തു തരും, ചിലപ്പോൾ അവിടെ സൈൻ ചെയ്തിട്ട് നിങ്ങളോടത് മാറ്റാൻ പറയും. അല്ലാതെ നിങ്ങൾ തന്നെ അവിടെ ആക്കിയിട്ട് ചെയ്യാതിരിക്കരുത്. ടീച്ചർ അവിടെ സൈൻ ചെയ്തിട്ട് നിങ്ങളത് മാറ്റിക്കോളാൻ പറയും. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഇതിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവിടെയുള്ള നിങ്ങളുടെ ക്ലാസ് റൂമിലുള്ള ടീച്ചറെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ടീച്ചർ അവിടെ സൈനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് മാറ്റി എഴുതാനുള്ള അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും സൗകര്യം ടീച്ചേഴ്സ് ചെയ്തു തരും. ഇനി നിങ്ങളിത് തെറ്റിയത് അറിഞ്ഞിട്ടില്ല എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആശ്വസിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിലും അവസാനം നിങ്ങൾ എല്ലാ പേപ്പറൊക്കെ എഴുതി കഴിഞ്ഞു, ടീച്ചേഴ്സ് പേപ്പറൊക്കെ കളക്ട് ചെയ്താൽ അങ്ങനെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് അയച്ചു കൊടുക്കുകയല്ല ചെയ്യുക. അവസാനം നിങ്ങളുടെ എല്ലാ പേപ്പേഴ്സും കളക്ട് ചെയ്തിട്ട് ഓരോ ക്ലാസ് റൂമിലെയും ടീച്ചേഴ്സ് പേപ്പേഴ്സ് കറക്റ്റ് രജിസ്റ്റർ നമ്പറിൻ്റെ ഓർഡറിലാക്കും. അങ്ങനെ ഓർഡറിലാക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് കറക്റ്റ് ഓർഡർ അല്ല, നിങ്ങൾ എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് തന്നെ തിരുത്തിയതിന് ശേഷം മാത്രമേ മെജോറിറ്റി എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിലേക്ക് അയക്കുള്ളൂ. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സ്കൂളിൽ തന്നെ ഒരു ചീഫ് ഉണ്ടാവും, പിന്നെ നിങ്ങളുടെ പ്രിൻസിപ്പൽ ഒക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇനി അഥവാ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറിനെ ഇൻഫോം ചെയ്യാൻ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തന്നെ മിക്കവാറും അത് സ്കൂളിൽ നിന്ന് തന്നെ ആ മിസ്റ്റേക്ക് തിരുത്തിയിട്ടേ പോകുള്ളൂ. ഓക്കെ, പക്ഷെ അതിനേക്കാളൊക്കെ മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്, അത് തെറ്റരുത്, മാക്സിമം ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. ഇനി അടുത്തതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ്. ഇത് നിങ്ങൾ എഴുതേണ്ടതാണ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാണ് ആൻസർ എഴുതുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എഴുതേണ്ടത് തന്നെയാണ്. ഓക്കെ, പക്ഷെ അത് തെറ്റിപ്പോയി എന്ന് കരുതി ഭീകര പ്രശ്നമാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്ക് കരുതാം. പക്ഷെ മാക്സിമം തെറ്റാതെ നോക്കാം. ഇനി ആ തെറ്റിപ്പോയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ടീച്ചേഴ്സിനെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് നമ്പറാണ് അഡീഷണൽ ഷീറ്റിൻ്റെ നമ്പർ. അപ്പോൾ അഡീഷണൽ ഷീറ്റിൻ്റെ നമ്പറിൻ്റെ കാര്യം പറയുമ്പം നമ്മൾ ഓരോ തവണ അഡീഷണൽ ഷീറ്റ് എടുക്കുമ്പോഴും നമ്മൾ ടീച്ചേഴ്സ് 2 കാര്യങ്ങൾ നിങ്ങളോട് പറയാറുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങൾ അഡീഷണൽ ഷീറ്റിൻ്റെ അകത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എഴുതണം.
ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തിനാണ് നമ്മുടെ അഡീഷണൽ ഷീറ്റിൽ രജിസ്ട്രേഷൻ നമ്പർ എഴുതുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പേപ്പറൊക്കെ കൂടെ നൂലിട്ട് കെട്ടിയിട്ട് നമ്മുടെ ഓരോ സ്കൂളിലുള്ള ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിലേക്ക് അയക്കും. അവിടുന്ന് വേറെ ജില്ലകളിലേക്കാണ് വാല്യൂഷന് വേണ്ടിയിട്ട് പോവാം. ഇനി അഥവാ കെട്ട് അഴിഞ്ഞു പോവോ, കെട്ടായി ലൂസായി പോവോ, നിങ്ങളുടെ പേപ്പർ സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ക്യാമ്പിൽ ഇത്രയധികം പേപ്പേഴ്സ് എത്തുമ്പം ഈ അഡീഷണൽ ഷീറ്റ് ആരുടേതാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രജിസ്റ്റർ നമ്പർ ഇടാൻ പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ, നിങ്ങൾ എത്രാമത്തെ അഡീഷണൽ ഷീറ്റാണോ വാങ്ങിച്ചത്, ഒന്നാമത്തെ ആണോ രണ്ടാമത്തെ ആണോ മൂന്നാമത്തെ ആണോ, നമ്പർ ഇടുക. കാരണം നമ്മളിങ്ങനെ പേപ്പേഴ്സ് വാരി കൂട്ടി നമ്മളിങ്ങനെ എഴുതുന്നുണ്ടാകും. അവസാനം എല്ലാം കൂടെ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്താണ് ഓർഡർ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഓർഡർ തെറ്റിപ്പോവാതിരിക്കാൻ ഈ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു നമ്പർ ഇടുന്നത് ഹെൽപ്പ് ചെയ്യും. അത് ഇട്ടില്ല എന്ന് കരുതി നിങ്ങൾ ആ പേപ്പർ വാല്യൂ ചെയ്യാതൊന്നും ഇരിക്കില്ല, പക്ഷേ ഇടുന്നത് നല്ലതാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അഡീഷണൽ ഷീറ്റ് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ സിഗ്നേച്ചർ അതിനകത്ത് ഉണ്ടോ എന്ന് എൻഷുർ ചെയ്യുക. മിക്കവാറും ടീച്ചേഴ്സ് സൈനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാകും പേപ്പർ നിങ്ങൾക്ക് തരുമ്പോൾ, പക്ഷെ അത് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ. ഓക്കെ, പിന്നെയുള്ളൊരു ഡൗട്ടാണ്, ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ലെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ ഇടാത്ത ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വാല്യൂ ചെയ്യാതിരിക്കാനുള്ള എല്ലാ റൈറ്റ്സും ടീച്ചേഴ്സിനുണ്ട്. അത് വാല്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് കരുതി ടീച്ചേഴ്സ് വാല്യൂ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അയ്യോ മിസ് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ല, ഞാൻ അല്ലെങ്കിൽ സബ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ല, അങ്ങനെയാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ മക്കളെ, ചിലപ്പം നമ്മുടെ ടീച്ചേഴ്സ് എപ്പോഴും എന്താണ് മിസ് പറയാറില്ല, ടീച്ചേഴ്സ് എപ്പോഴും നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ടീച്ചേഴ്സ് നിങ്ങളുടെ പേപ്പർ ഇപ്പോൾ 1, 2, 3, 4 ക്വസ്റ്റ്യനൊക്കെ കണ്ടു വരുന്നുണ്ടാകും. നിങ്ങളൊരു ഓർഡറിലൊക്കെയാണ് എഴുതിയെന്നുണ്ടെങ്കിൽ ടീച്ചറിന് മനസ്സിലാവും ആ എഴുതുന്ന രീതിയിൽ അത് വിട്ടുപോയതാണ് അല്ലേ. അപ്പോൾ നിങ്ങളിതിപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇതിന് 5A, B, C, ഇതിന് എന്തുണ്ടാകും, സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, നിങ്ങളതൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ആണ് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ. കാരണം സബ്ജക്റ്റ് എന്താ പറയുക, സ്പെഷ്യൽ ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കുമല്ലോ പേപ്പർ നോക്കുന്നത്. അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് അത് വാല്യൂ ചെയ്യാം. അത് വാല്യൂ ചെയ്യാതിരിക്കാനുള്ള എല്ലാ റൈറ്റ്സും ടീച്ചേഴ്സിനുണ്ട്, കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ല. പക്ഷേ മിക്കവാറും ടീച്ചേഴ്സ് മിസ് ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മാർക്സ് കുറയ്ക്കാൻ വേണ്ടി അവർ നോക്കില്ല. ചിലപ്പോൾ ടീച്ചേഴ്സ് അത് വാല്യൂ ചെയ്ത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ ഈ കാര്യങ്ങൾ ഇനിയുള്ള എക്സാംസിലെങ്കിലും എൻ്റെ മക്കൾ ശ്രദ്ധിക്കാം. ഇനി ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, പക്ഷേ ഞാൻ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ പേപ്പർ ഇങ്ങനെ വലിച്ച് കിട്ടുന്ന സമയത്ത് അത് ആ ഒരു മടക്കിൻ്റെ ഉള്ളിലായിപ്പോവും, അപ്പോൾ ടീച്ചർ നോക്കുമോ, അതിൻ്റെ ക്വസ്റ്റ്യൻ വാല്യൂ ചെയ്യാതെ ആയിപ്പോവോ? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ടീച്ചേഴ്സ് വാല്യൂ ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. ഓക്കെ, കാരണം അവർക്കത് വാല്യൂ ചെയ്യണമല്ലോ. അപ്പോൾ അവരത് ചെക്ക് ചെയ്യും. ഇനി നിങ്ങൾ ശരിക്കും ഇടാൻ മറന്നതാണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ടീച്ചേഴ്സ് ചെക്ക് ചെയ്യും. ഓക്കെ, അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇനിയുള്ള എക്സാംസ് എഴുതുമ്പോഴെങ്കിലും വളരെ ശ്രദ്ധയോടെ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഡേറ്റ്, ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ കോഡ് ഇതൊന്നും ഇട്ടിട്ടില്ല എന്ന് കരുതിയിട്ട് നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യാതെ ആവില്ല. പക്ഷേ മാക്സിമം എന്ത് ചെയ്യുക, ഇടാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ അത്രയും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ലാസ്റ്റത്തെ കാര്യം, നിങ്ങളുടെ പേപ്പർ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേപ്പറിൽ ഇത്രയും ബാക്കി സ്ഥലം ഉണ്ടെങ്കിൽ അല്ലെ നമ്മളിവിടെ ക്യാൻസൽ ചെയ്യണം അല്ലേ. ഇങ്ങനൊരു കാര്യം നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ടീച്ചേഴ്സ് തന്നെ നമ്മൾ പേപ്പർ വാങ്ങുമ്പോൾ ലാസ്റ്റ് പേജ് നോക്കിയിട്ട് പറയും നിങ്ങളോട് എന്താണ് ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറയും. നിങ്ങളത് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് തന്നെ മിക്കവാറും ചെയ്യും. അതേപോലെ തന്നെ അഡീഷണൽ ഷീറ്റിൻ്റെ നമ്പർ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ക്ലാസ് റൂമിൽ വെച്ച് തന്നെ ടീച്ചേഴ്സ് നിങ്ങളത് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ച് എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്, ടെൻഷൻ അടിക്കണ്ട. പക്ഷേ ഇൻക്ലൂഡിങ് നമ്മുടെ രജിസ്റ്റർ നമ്പർ. ഓക്കെ, ഈ രജിസ്റ്റർ നമ്പറൊക്കെ നോക്കുക, വളരെ ശ്രദ്ധയോടെ തന്നെ ഇത് ഫില്ല് ചെയ്യുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം രജിസ്റ്റർ നമ്പർ ഇട്ടിട്ടില്ല അല്ലെങ്കിൽ മാറിപ്പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കുട്ടിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നിങ്ങൾ പേരും കാര്യങ്ങളൊന്നും എഴുതുന്നില്ല, പേര് എഴുതിയിട്ട് തന്നെ കാര്യമില്ല. കാരണം ഇത് വേറെ ജില്ലകളിലേക്കാണ് പോകുന്നത്, വേറെ ടീച്ചേഴ്സാണ് നിങ്ങളുടെ പേപ്പർ നോക്കുന്നത്. അപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ടെൻഷനൊന്നും അടിക്കേണ്ട. മാക്സിമം എന്താണ് നമ്മളുടെ പേപ്പർ വാല്യൂ ചെയ്യുക തന്നെ ചെയ്യും. ആ രീതിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, മാക്സിമം ഇനിയുള്ള എക്സാംസിലെങ്കിലും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക. ഓക്കെ.